തോമസ് ആൽവ എഡിസൺ എന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കുട്ടിക്കാലത്ത് വളരെ കുസൃതിക്കാരനായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പഠിത്ത കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അധ്യാപിക അദ്ദേഹത്തിൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിക്ക് ഇവിടെ സീറ്റില്ല, അവനെ പഠിപ്പിക്കാൻ ഇവിടെ അധ്യാപകരില്ല, അവനെ മറ്റേതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കുട്ടിയുടെ TC കൊടുത്തതായി ഒരു കഥയുണ്ട്. ആ അമ്മ ആ വിദ്യാലയത്തിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഒരു പ്രതിജ്ഞയെടുത്തു, എൻ്റെ കുട്ടി അത്ര മോശമല്ല, ഞാനിവനെ ഒരു മഹത് വ്യക്തിയാക്കി മാറ്റും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി ആ കുട്ടിയെ അവിടെ നിന്നും കൊണ്ടുപോവുകയും മറ്റൊരു സ്കൂളിൽ ചേർത്തിട്ട് ആ കുട്ടിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആ കുട്ടിയോടൊപ്പം അവന് വേണ്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആ തോമസ് ആൽവ എഡിസൺ ആണ് പിന്നീട് 2000-ൽ പരം കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായിട്ട് പിന്നീട് മാറിയ തോമസ് ആൽവ എഡിസൺ. അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹവും ഒരു വലിയ കുസൃതിക്കാരനായിരുന്നു. അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി ഒരു വലിയ ജിജ്ഞാസുവായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഐൻസ്റ്റീൻ്റെ വീട്ടിൽ 2ാം നിലയിലെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെയിൻറ്റർ 2ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് വീഴുകയുണ്ടായി. ആ വീണ പെയിൻറ്ററെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആൾക്കാരെല്ലാം എടുക്കുന്ന സമയത്ത് ഐൻസ്റ്റീൻ പെയിൻറ്ററോട് ചെന്ന് ചോദിക്കുന്നു, അങ്കിൾ മുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ അങ്കിളിന് എന്തു തോന്നി എന്ന്. ഈ ജിജ്ഞാസുവായ ഐൻസ്റ്റീൻ ആ ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ജിജ്ഞാസ, അതാണ് പിന്നീട് അദ്ദേഹത്തെ ലോ ഓഫ് റിലേറ്റിവിറ്റി, അതായത് വസ്തുക്കൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാരം കുറവുള്ളതായി തോന്നുന്നു എന്നുള്ള ആ കണ്ടെത്തലിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത് ഇതുപോലെയുള്ള ജിജ്ഞാസയുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ രക്ഷിതാക്കൾക്കുള്ള ചില നിർദ്ദേശങ്ങളാണ്. കുട്ടികളെ അറിഞ്ഞു പെരുമാറുക. കുട്ടികളുടെ കഴിവും കഴിവുകേടും ഓരോ രക്ഷിതാവും മനസ്സിലാക്കുക. കുട്ടികളെ അംഗീകരിക്കുക, അവഗണിക്കാതിരിക്കുക. ബാല്യത്തിലുണ്ടാകുന്ന അവഗണനയും നിന്ദയും കുട്ടികളിൽ മൂകതയും ആത്മനിന്ദയും വളർത്തുന്നു. നമ്മുടെ കുട്ടികൾ ഗ്ലാസ് കേസിൽ ഇട്ട് വളർത്തേണ്ടവരല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓടുകയും ചാടുകയും വീഴുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്. മറ്റുള്ളവരോട് സ്നേഹാദരങ്ങളോടെ പെരുമാറുന്നതിന് അവനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനും ഒരു കുട്ടിക്ക് അവകാശമുണ്ട്. ലവ് അല്ലെങ്കിൽ സ്നേഹം. കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിക്കുക, ബഹുമാനിക്കുക. നമ്മൾ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ സ്നേഹം നമുക്ക് പലിശ സഹിതം തിരിച്ചു കിട്ടുന്നു. ഇതിനെയാണ് എമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന്, കുട്ടികളെ ഉറക്കം ഉണർത്തുന്ന രീതി. ചിലർ കുട്ടികളെ ചീത്ത വിളിച്ച് ഉണർത്തുന്നു. മറ്റു ചിലർ വെള്ളം കുട്ടികളിൽ ഒഴിച്ചിട്ട് കുട്ടികളെ ഉണർത്തുന്ന രീതിയുണ്ട്. ഇതിലേറ്റവും നല്ല രീതി കുട്ടികളുടെ അടുത്ത് പോയി, മോനെ
സ്കൂളിൽ പോകേണ്ട സമയമായി, തയ്യാറാകണ്ടേ, നല്ല രീതിയിൽ ഉണർത്തുന്നതായിരിക്കും നല്ലത്. നാം രാവിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന ഉണർത്തുപാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമാന്മികം. കൗസല്യയുടെ നല്ല മക്കളെ നിങ്ങൾ ഉണരൂ എന്നാണ് ശ്രീരാമ ലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ ഉണർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഉണർത്തുപാട്ടാണ് ഇത്. കൗസല്യയുടെ നല്ല മക്കളെ ഉണരൂ, അല്ലാതെ കണ്ട് മറ്റേ മക്കളെ നിങ്ങൾ ഉണരൂ എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികളെ ഉണർത്തുന്ന രീതി നല്ല രീതിയിലാകുന്നത് കുട്ടികൾക്ക് നല്ല ആത്മസംതൃപ്തിയും സന്തോഷവും ഉളവാക്കുന്നു. അതുപോലെ കുട്ടികളോട് അലക്ഷ്യമായിട്ടും അസഭ്യമായിട്ടും പെരുമാറാതിരിക്കുക. ഒരു അസഭ്യ വാക്ക് പോലും രക്ഷിതാക്കളുടെ വായിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കൂടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്കൂളിലെ വിവരങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ വർക്കാണ് ചെയ്തത്, എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെ ടീച്ചേഴ്സാണ് വന്നത്, അവരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഗ്രഹിച്ചു, എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആൻസർ എത്ര പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ല ശൈലി കുട്ടികൾ എത്ര ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ്. കുട്ടികളുടെ ജിജ്ഞാസയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി രക്ഷിതാക്കളുടെ ഒരു പരിശീലനം ദിവസവും വീട്ടിൽ ഉണ്ടാകുന്നതും നന്നായിരിക്കും. നമ്മളുടെ ബന്ധുക്കളോ മറ്റ് സന്ദർശകരോ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുക. പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണെന്ന് സന്ദർശകർ മനസ്സിലാക്കാത്ത രീതിയിൽ കുട്ടിയെ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. ഉദാഹരണമായി, എൻ്റെ മകനാണ്, പേരിന്നതാണ്, അവൻ പഠിക്കുന്ന സ്കൂൾ ഇന്നതാണ്, നല്ല സ്കൂളാണ്, നല്ല അധ്യാപകരാണ് അവിടെ എന്ന രീതിയിൽ കുട്ടിയെ പരിചയപ്പെടുത്തുക. കുട്ടിയുടെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുവാൻ അനുവദിക്കുക. കളിക്കുന്നതിനും സമയം ചിലവിടുന്നതിനും കുട്ടിയെ അനുവദിക്കുക. കുട്ടിയുടെ കൂട്ടുകാരെപ്പറ്റി, സ്കൂളിനെപ്പറ്റി, അധ്യാപകരെപ്പറ്റി മോശമായി ഒരിക്കലും പറയാതിരിക്കുക. നല്ല മോറൽ സ്റ്റോറീസ് വായിക്കുക, കുട്ടികളെ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. പിന്നീട് കുട്ടി വായിക്കുവാൻ പ്രാപ്തനാകുന്ന സമയത്ത് മോറൽ സ്റ്റോറികൾ വായിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. ചെറിയ കുട്ടി ആകുമ്പോഴേ പ്രകൃതിയുമായി ഇടപഴകുക. ഉദയസൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ചിലയ്ക്കുന്ന കിളികൾ, പച്ചപ്പാടങ്ങൾ, ഇവയൊക്കെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക. അത് കുട്ടിയുടെ പ്രകൃതിയുമായിട്ട് ഇടപഴകുന്നതിനും ഇണങ്ങുന്നതിനും കുട്ടിയെ പ്രാപ്തരാക്കുന്നു. കുട്ടികൾക്ക് എപ്പോഴും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക, ഒരിക്കലും നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാതിരിക്കുക. അതായത്, നിനക്ക് വേണമെങ്കിൽ പഠിക്ക്, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, എനിക്ക് സർക്കാർ ഉദ്യോഗമുണ്ട്, അതുകൊണ്ട് നിനക്ക് നിൻ്റെ കാലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ പഠിക്ക് എന്നുള്ള നെഗറ്റീവ് സ്ട്രോക്ക് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. മറിച്ച്, മോനെ, നീ കഴിവുള്ളവനാണ്, നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഈ ലോകത്തിൽ പിറന്നു വീണിട്ടുള്ളത് തന്നെ നീ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല രീതിയിൽ നല്ലൊരു പൗരനാകുന്നതിനും വേണ്ടിയാണ്. നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നീ വളർന്നിട്ട് വേണം ഈ കുടുംബം നന്നാകാൻ, ഈ കുടുംബം നന്നായിട്ട് വേണം നമ്മുടെ സമൂഹം നന്നാകാൻ എന്നുള്ള പോസിറ്റീവ് സ്ട്രോക്ക് എപ്പോഴും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇൻസ്പയറിങ് പേരൻസ് ആർ സക്സസ്ഫുൾ പേരൻസ് എന്നാണ് ചൊല്ല്. അതുകൊണ്ട് കുട്ടികളെ എപ്പോഴും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക.
കുട്ടി എന്തെങ്കിലും പറയുവാൻ ശ്രമിക്കുമ്പോൾ കുട്ടിയെ ശകാരിക്കാതിരിക്കുക. അമ്മേ ഇന്നുണ്ടല്ലോ സ്കൂളിൽ എന്ന് പറഞ്ഞു വരുമ്പോൾ എന്താണ് മോനെ എന്ന് പറഞ്ഞ് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വീട്ടിലാണെങ്കിലും കുട്ടികൾക്ക് ചെറിയ ചെറിയ ജോലികൾ കൊടുത്ത് ഉത്തരവാദിത്വ ബോധം കുട്ടിയിൽ സൃഷ്ടിക്കുക. സാധനങ്ങൾ യഥാസ്ഥാനങ്ങൾ വയ്ക്കുകയും കുട്ടികളെ കൊണ്ട് ആ സാധനങ്ങൾ യഥാസ്ഥാനത്ത് വയ്ക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. നല്ല വശങ്ങൾ പറഞ്ഞ് കുട്ടികളെ പുകഴ്ത്തുക, പ്രോത്സാഹിപ്പിക്കുക.